എല്ലാവർക്കും യാത്രയുടെ പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇന്നെന്നല്ല, എന്നും നല്ല സന്തോഷമുള്ള ദിവസമാണ്. ഇന്ന് നമ്മൾ കർദുംഗ്ല പാസിലോട്ട് പോവാണ്. ഏകദേശം 11,000 അടി ആണെന്ന് തോന്നുന്നു. കറക്റ്റ് എനിക്കറിയില്ല, അവിടെ ചെന്നിട്ട് പറയാം. നമ്മൾ ഹൈറ്റിലേക്ക് പോവാണ്. ഇവിടുന്ന് ഏകദേശം 36 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഈ 36 കിലോമീറ്ററും കയറ്റമാണ്. ഇപ്പം നമ്മുടെ വണ്ടി എങ്ങനെ പെർഫോം ചെയ്യും, എങ്ങനെ എവിടെയും വരെ പോകാൻ പറ്റും എന്നുള്ളതൊന്നും നമുക്കറിയില്ല. നെക്സോൺ EV പ്രൈമാണ്. നമ്മുടെ നാട്ടുകാർ ഒരുപാട് പേരുണ്ട് കേട്ടോ. KL വണ്ടി ബൈക്കുകൾ കുറേ എണ്ണം ഇപ്പം കണ്ടു. കുറേ പേര് പ്ലെയിനിൽ വന്ന് പോകുന്നവർ, ഫ്ലൈറ്റിൽ വന്നിട്ട് ഇവിടെ ടൂർ പാക്കേജ് എടുത്ത് നമ്മുടെ സുധിയെ പോലെയുള്ളവരെ കോണ്ടാക്ട് ചെയ്തിട്ട് ടൂർ പാക്കേജ് എടുത്ത് പോകുന്ന ഒരുപാട് മലയാളികളുണ്ട്. അല്ലാതെ വണ്ടി ഓടിച്ച് വരുന്നവരും ഉണ്ട്. ലഡാക്ക് രജിസ്ട്രേഷനുള്ളൊരു BYD ഉണ്ടായിരുന്നു. വേറെ വണ്ടികളൊന്നും കണ്ടില്ല. ഇവിടെയൊക്കെ സ്കൂളുകളും കോളേജുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് കർദുംഗ്ല വിശേഷങ്ങളൊക്കെയാണ്. ഇന്ന് ലേയിലെ ലോക്കൽ മാർക്കറ്റ്, ലേ മാർക്കറ്റൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം എന്നുള്ള പ്ലാനിങ്ങിലാണ് പോകുന്നത്. രാവിലെ അത്യാവശ്യം തിരക്ക് എന്ന് പറയാം. ഇവിടുത്തെ ഏതൊരു തിരക്കാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും കർദുംഗ്ലയിലോട്ട് അത്യാവശ്യം വണ്ടി കയറി പോകുന്നുണ്ട്. ഇവിടെ ഭയങ്കര പൊടിയാണ്. ഒരു കാറ്റടിച്ച് കഴിഞ്ഞാൽ പൊടി കാരണം നമുക്ക് തന്നെ ഒന്നും കാണാൻ മേലാത്ത അവസ്ഥ. ഇതാണ് നമ്മൾ കയറിപ്പോകുന്ന, കർദുംഗ്ലയ്ക്ക് കയറിപ്പോകുന്ന ടെറൈൻ. ഇപ്പോൾ 9 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ. ഇവിടെ ടെമ്പറേച്ചറിനേക്കാളും ഇവിടുത്തെ പ്രശ്നക്കാരൻ ഇവിടുത്തെ കാറ്റാണ്. കാറ്റ് നമ്മളെ അങ്ങോട്ട് എന്നാ പറയുന്നത്, കാർന്ന് തിന്നും. എനിക്കൊന്ന് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഒരു 90% ആൾക്കാരും ഇവിടെ വന്നിട്ട് ടൂർ പാക്കേജ് എടുത്തിട്ട് പോവാണ്. അല്ലാതെ വരുന്നവരുണ്ട്, ഇല്ലെന്നൊന്നും അല്ല. അതുകൊണ്ടോ ആൾക്കാർ പോകുന്ന വഴിയുണ്ടോ മേത്തക്കുട്ടാ. ഇപ്പം ഈ മേളിലോട്ട് കയറുന്ന റോഡ് ടാറൊക്കെ മാറി മണ്ണിട്ട റോഡായി. ഇവിടെ പണി നടക്കുന്നതിൻ്റെയാ, എന്നാലും മണ്ണിട്ട റോഡായി. വലിയ ഇപ്പം നിലവിൽ സ്റ്റീപ്പ് ഇൻക്ലൈൻ ഒന്നുമല്ല, ഒരു മോഡറേറ്റ് ഇൻക്ലൈനാണ്. പതുക്കെ പതുക്കെ അങ്ങ് കയറി പോകുന്നു. നമ്മളും പതുക്കെ 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 ഉരുട്ടി അങ്ങ് കയറി പോകുന്നു. നമുക്ക് സമയമല്ല, നമ്മുടെ ഡെസ്റ്റിനേഷനാണ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചു പോകുന്നു. നമുക്കറിയാമല്ലോ നമ്മുടെ വണ്ടിയുടെ കേപ്പബിലിറ്റി. അവൻ നമുക്ക് വേണ്ടി എന്തോരം ചെയ്തു തരും എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പം നമ്മളതനുസരിച്ച് വളരെ സൂക്ഷിച്ച് അങ്ങ് പോകുന്നു. പക്ഷെ ഇവിടുത്തെ ടെറൈൻ ഒരു മഹാ അത്ഭുതം തന്നെയാണ് കേട്ടോ. ഫുള്ള് മലയാണ്, ഒരു ഇലയോ കാടോ ഇല്ലാത്ത മല. ഇവിടുത്തെ മലകളൊക്കെ എപ്പം വേണമെങ്കിലും താഴെ പോവാം. ആ പരുവത്തിലാണ് ഇവിടുത്തെ മലകളുടെ അവസ്ഥ. എനിക്കൊന്ന് ഇതൊക്കെ ഈ മണ്ണ് മാറ്റിയിട്ടിട്ട് അങ്ങനെ പോയതായിരിക്കും. കല്ലൊക്കെ ഇളകിയും വിള്ളലുള്ളതും ഒക്കെയാണ്. ബ്ലോക്ക് ആയിരിക്കും, അത് ചെക്ക് പോസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഇവിടെ നിന്ന് തേങ്ങയൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. നമുക്കറിയത്തില്ല എന്നാ പ്രൊസീജിയർ എന്നൊന്നും കേട്ടോ. നോക്കണേ. ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുന്നതാണോ? ഓരോ വണ്ടികൾ കയറി പോകുന്നു നോക്കിയിട്ട് നമുക്ക് അങ്ങ് പോയല്ലേ. ഈ വണ്ടി ഒതുക്കിയിട്ടേക്കാണേ, താറൊക്കെ അവിടെ ഒതുക്കിക്കൊണ്ടിട്ടേക്ക. ഈ വണ്ടിയുടെ ബാക്കിൽ പോയാൽ മതി. ഇവിടെ എന്തോ വലിയ സംഭവം ഉണ്ടല്ലോ. എനിക്കും വലിയ നിശ്ചയമില്ല. ആരുടെയും ചോദിക്കാം. എനിക്ക് ചോദിക്കുന്ന ശരിയാ. എൻവയറമെന്റൽ ഫീസ് വിറ്റ്. ഓക്കെ ഭയ്യ, ചെല്ലടാ പോയിട്ട് വാ.
ആ വണ്ടി പോട്ടെ, ഞാൻ അങ്ങോട്ട് കയറ്റിടാം. അവിടെ പോയി കാണിച്ചിട്ട് ഞാൻ അങ്ങോട്ട് കയറ്റിടാം. ആ ചെല്ല പോയിട്ട് എന്തെല്ലാം കഴിവുകൾ വരുത്തുന്നുണ്ടെന്ന് നോക്കിയ. മാത്തു ഇവിടെ പെർമിറ്റ് കാണിക്കാൻ പോയേക്കുവാണ്. അവിടെ എഴുത്തായിരുന്നു. പിന്നെ കാണിക്കണ്ടായിരുന്നോ? കാണിച്ചു, അതല്ലേ നമ്മുടെ വണ്ടി നമ്പർ പിടിച്ച് കയ്യൊക്കെ വിറക്കി. എന്നാ പറഞ്ഞു? അല്ല, പെർമിറ്റിന്റെ അത് കാണിച്ചു, എന്നിട്ട് എഴുതിയിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങളിവിടെ പെർമിറ്റിൻ്റെ അവിടെ കാണിക്കണമായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തില്ലേ പെർമിറ്റ് എടുത്തു. ആ പെർമിറ്റ് അവിടെ കാണിക്കണമായിരുന്നു. ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് മാത്തുവിനോട് തന്നെ ചോദിക്കാം. മാത്തുവാണ് പോയത്. വണ്ടി നമ്പർ എഴുതുക, പിന്നെ എത്ര പേരുണ്ടെന്ന് എഴുതുക, പിന്നെ നമ്മുടെ ഒരു മൊബൈൽ നമ്പറും കൂടെ എഴുതിയിട്ടിങ്ങ് പോരുക. ആളെ പെർമിറ്റ് കാണിക്കണോ? ആളെ പെർമിറ്റും കാണിക്കണം. ഒരു ഓഫ് റോഡ് ടെറൈനാണ്. ഓഫ് റോഡെന്ന് പറയാൻ പറ്റില്ല, മഡി ടെറൈനാണ്. ഇപ്പം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ഡസ്റ്റി ടെറൈൻ. ഗ്ലാസ് നോക്കി വെക്കും പോലെ സംഭവം അടിപൊളിയാണ്. എന്നാണേലും ഇവിടെ കയറി വരുന്നവർ ഉറപ്പായിട്ടും മറ്റേ ഇതും കൊണ്ട് വരണം കേട്ടോ. നമ്മുടെ ഓക്സിജൻ മാസ്കിൻ്റെ ആ സാധനം കൊണ്ട്, ഓക്സിജൻ സിലിണ്ടറുമായിട്ട് വേണം വരാൻ. എന്തുപോലെ വണ്ടികൾ ഒരുപാട് വരുന്നുണ്ട്. നമ്മൾ പിന്നെ എല്ലാവരെയും കയറ്റി വിട്ട് നമ്മൾ പതുക്കെ അങ്ങ് ചെല്ലത്തുള്ളൂ. നമുക്ക് ഈ പൊടി അടിക്കേണ്ട കാര്യമോ അതില്ലെങ്കിൽ ഈ തിരക്ക് പിടിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് പതുക്കെ പോകാൻ പറ്റത്തുള്ളൂ. അതാണ് നമുക്കറിയാം. പിന്നെ നമ്മൾ മസിൽ പിടിക്കേണ്ട കാര്യങ്ങളൊന്നും. താഴേന്ന് 7 കിലോമീറ്റർ കയറി വന്നപ്പം നമുക്ക് 8%, ഇപ്പം അവിടെ നിർത്തി കയറിയൊക്കെ വന്നുകൊണ്ടായിരിക്കും. നമ്മൾ ഒതുക്കി എല്ലാവർക്കും സ്പേസ് കൊടുത്തിട്ടാണ് നമ്മൾ കയറിപ്പോകുന്നത്. പിടിക്കലോട്ട് ഈ ബൈക്കേഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലുള്ള പിള്ളേരും ഇവിടെ വന്നിട്ട് ബൈക്ക് എടുത്തിട്ട് കറങ്ങുന്ന ഒത്തിരി പേരുണ്ട്. ബൈക്ക് ഓടിക്കാൻ അറിയാവുന്നവർക്ക്. എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയത്തില്ല. ഇവിടെ റെൻ്റേ കാർ കിട്ടണമെന്നുണ്ടെങ്കിൽ 20,000 രൂപ വേണം. അതുകൊണ്ട് ഞാൻ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. ഇനിയൊരു കാലത്ത് വരുമ്പം ആഗ്രഹം തോന്നിയാൽ ഞാൻ എൻ്റെ IC എഞ്ചിനെ വരും. ഞാനിവിടെ എല്ലാം കറങ്ങും. നമ്മൾ അവിടം വരെ പോകുന്നുള്ളൂ കേട്ടോടാ. നമ്മളൊരു റിസ്ക് എടുക്കുന്നില്ല. നമ്മൾ അവിടം വരെ പോയി. നമ്മൾ കയറ്റോ നമ്മുടെ വണ്ടിക്ക് അത്ര നമുക്ക് പറ്റുന്ന നമുക്കറിയാമല്ലോ. അത് തിരിച്ച് വന്നിട്ട് നമുക്ക് മറ്റേ ശാന്തിസ്തൂവും ആ ഗോൾഡൻ ബുദ്ധയുടെ ഇതൊക്കെ കാണാൻ പറ്റുവാണെങ്കിൽ കാണും. ഇവിടുത്തെ ഈ ബൈക്ക് റെൻറ്റിന് കൊടുക്കുന്നവരാണ് ഇവിടെ കാശുണ്ടാക്കുന്നത് കേട്ടോ. അതിന് ഒരു സംശയവും വേണ്ട. അതുപോലെ ബൈക്കുണ്ട്, അതുപോലെ ബൈക്ക്. എല്ലാവരും ഓർക്കുമ്പോൾ ഇത് ഓടിച്ച് പെറുക്കി അവിടെ നിന്ന് വരണ്ടേ. അങ്ങനെ വരുന്ന ആൺപിള്ളേർ കേരളത്തിൽ നിന്നുണ്ട്, ഇല്ലെന്നൊന്നും പറയത്തില്ല. നമ്മൾ 2 ബൈക്ക് ആൾക്കാരെ കണ്ടു. മലയാളികൾക്ക് ഇപ്പോൾ യാത്രയെന്ന് പറഞ്ഞാൽ അവർക്കൊരു വൃതമാണ്. വർഷത്തിൽ ഒന്നെങ്കിലും എവിടെയെങ്കിലും ഒന്ന് പോയില്ലെങ്കിൽ ആർക്കും ഒരു സുഖമില്ല. അത് ചെറിയവനോ വലിയവനോ ഒന്നുമില്ല, എല്ലാവരും ഒരുപോലെ തന്നെ. പക്ഷെ ഇവിടുത്തെ കയറ്റമൊക്കെയാണ് ശരിയാ. പതുക്കെയാണ് കയറിപ്പോകുന്നത്. ദൂരം കൂടുതലുണ്ട്, പക്ഷേ പതുക്കെയാണ് നമ്മൾ ഓരോ ടെറൈനിലോട്ട് കയറി ചെല്ലുന്നത്. ഈ പോകുന്ന ഒത്തിരി പേര് മറ്റേ ഈ കറുതുങ്കലയിലോട്ട് മാത്രമല്ല, ബാക്കിയുള്ള സ്ഥലങ്ങളിലോട്ടും ഒക്കെ പോകാൻ വേണ്ടി ഇതുവഴി പോകുന്നതാണ്. ഇനിയൊരു ആശ്വാസമായി വഴി. കറുതുങ്കല 29 കിലോമീറ്റർ. ടെമ്പറേച്ചർ 8 ഇപ്പം റോഡ് നന്നായിട്ടുണ്ട്. മുമ്പേ ആ കയറി വരുന്നിടത്ത് പണി നടക്കുന്നേ ഉള്ളൂ, അതുകൊണ്ടാണ്. വഴി മോശമായിരുന്നു. ഇപ്പം കയറി വരുന്നുണ്ട്. ടെമ്പറേച്ചറും 8 ഡിഗ്രിയായി. മേളിലോട്ട് വരുമ്പോൾ എത്രയാണെന്നുള്ളത് അറിയത്തില്ല. ഇത് കപ്പിൾസാണ് കൂടുതൽ. ഇത് അവരുടെ സപ്പോർട്ടീവായിട്ട് പോകുന്ന ഇതാണെന്ന് തോന്നുന്നത്. ആയിരിക്കും, പറയാൻ പറ്റത്തില്ല. വെറുതെ ബൈക്ക് കൊടുത്ത് വിടുകയല്ലല്ലോ. അവരുടെ ടീം വർക്ക് ഇത്രയും ഗ്രൂപ്പിന് ഒരു ഇവരുടെ വണ്ടിക്ക് എല്ലാവേ ഈ ഡീസൽ വണ്ടിക്കും പെട്രോൾ വണ്ടിക്കൊക്കെ ഒത്തിരി ഓൾട്ടിറ്റ്യൂഡിലോട്ട് പോയി കഴിയുമ്പം വലിവൊക്കെ കുറയും.
അതേസമയം EVയെ സംബന്ധിച്ച് മഞ്ഞ് വീഴുന്നു. ആ മഞ്ഞാണോ? അല്ല, മഞ്ഞാണ്. അതെ, ഉണ്ട്. അതാണ് പറഞ്ഞത് കൂടാ. അതെ, മഞ്ഞ് മഞ്ഞ് വെള്ളമായിട്ട്. നമ്മൾ വണ്ടി പോകേണ്ട ഇതുവഴിയാടാ. ഇതുവഴി. ആ അതുവഴിയല്ലേ. ആ മഞ്ഞ് വീഴുന്നുണ്ട് കേട്ടോ, ചെറിയതായിട്ട്. മഞ്ഞാണോ? അതെ അതെ അതെ, മഞ്ഞ. അതെ അതെ, മഞ്ഞ. മറ്റേ ക്യാമറ ആ മഞ്ഞ് വീഴുന്നുണ്ട്. അയ്യോ, ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇതുവരെ മഞ്ഞൊന്നും വീഴുന്ന കണ്ടിട്ടില്ല. മഞ്ഞത്തൊക്കെ പോയിട്ടുണ്ടെങ്കിലും മഞ്ഞ് വീഴുന്നതുകൊണ്ട് ജാക്കറ്റ് ഇടുക അമ്മമാർ. മറ്റേ റെയിൻ ജാക്കറ്റ് ഇല്ലാത്തവനെ പറഞ്ഞു കേട്ടു. ഊഹു, അതെ നമ്മളെക്കാളും വലിയ മച്ചന്മാരുണ്ടോ. ഇവന്റെയൊക്കെ ശ്വാസകോശം എന്ത് വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത്? സമ്മതിക്കണം. ചേച്ചി കേട്ടോ. ആ ഇവന്മാരെയൊക്കെ സമ്മതിക്കണം കേട്ടോ. അതൊക്കെയാണ് ചലഞ്ച്. സൈക്കിളിൽ ഒട്ടി മണ്ടേ കയറിയത്. എനിക്ക് വയ്യ, ഉറത്തിട്ട് തന്നെ ശ്വാസം മുട്ടും. അയ്യോ മഞ്ഞ് വീഴുന്നു. എനിക്ക് വയ്യ. ചിലപ്പം ക്യാമറയെ കാണത്തില്ല കേട്ടോ, ചെറുതായിട്ടാ ഇപ്പം വീഴുന്നു. ചെറിയതായിട്ടാ വീഴുന്നു, വളരെ ചെറുതായിട്ട്. അയ്യോ, എന്ത് പൊക്കത്തിലെത്തി നമ്മള്. ഇതൊക്കെ ജീവിതത്തിലെ ഒരു എക്സ്പീരിയൻസ് തന്നെ അല്ലേ മാത്തുക്കോട്ടാ? ഉറക്കെ പറയടാ. ആ, തന്നെ മണ്ടയിലോട്ടാണെന്ന് തോന്നുന്നു. എനിക്ക് വയ്യ. മഞ്ഞ് ഈ യാത്രയിലെ ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? ഇപ്പോഴോ ഇപ്പൊ വീഴ്ച ഇച്ചിരി കൂടിയല്ലോ. മഞ്ഞാടാ ഇറക്കാൻ. അകത്തോട്ടൊക്കെ തെറിച്ചു വരുന്നതാണ്. ഇത് കണ്ടോ, ആലിപ്പഴമാണോന്ന് ഇനിയും പറയാൻ പറ്റത്തില്ല. അവിടെ ആൾക്കാരൊക്കെ നിർത്തുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. അയ്യോ, മഴ പെയ്യുന്ന പോലെ മഞ്ഞ് വീഴുന്നത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ യാത്രയിൽ. ആലിപ്പഴം വീണിട്ടുണ്ട്, പക്ഷെ മഞ്ഞ് വീഴുന്നത് ആദ്യമായിട്ട്. നമ്മുടെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ 3 ഡിഗ്രിയാണ്. കറുതുങ്കിൽ എത്തുമ്പോൾ 1 ഡിഗ്രി ആവും തോന്നുന്നു. ശക്തിയായി. അല്ലല്ല, അത് ആകാശത്ത് നിന്ന് വീഴുന്ന, കണ്ടൻസ് ചെയ്ത് വീഴുന്ന, അല്ലാതെ മലയിൽ നിന്ന് വരുന്ന ഒന്നുമല്ല. വെള്ളം തരുമോ കേട്ടാ? തുറന്നാടാ ഫൈസ് വാട്ടർ കുടിക്കുന്നത്. അവിടെ ചെന്നിട്ട് അധികം വലിയ മൂവ്മെന്റ്സ് ഒന്നും നടത്തല്ലോ, വലിയ ഓട്ടം ഒന്നും ഓടല്ലോ കേട്ടോ. ഉറപ്പായിട്ടും നമ്മൾ കാർഗിലെത്തുക. ഇതിൻ്റെ കാര്യം താഴെ കാർഗിൽ നിൽക്കുന്നത് ഉറപ്പായിട്ടും. 10 ടോപ്പ് ഇതിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. പക്ഷെ അതുപോലെ നമ്മൾ ഓടിക്കണം അല്ലേടാ മാധു? പിന്നെ വേറൊരു കാര്യം പറയാനായിട്ടുള്ളത് എന്നാന്ന് വെച്ചാൽ, അവിടുത്തെ കയറ്റമല്ല ഇവിടുത്തെ കയറ്റം. സ്റ്റീപ്പൊന്നുമല്ല, വളരെ 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 പതുക്കെയാണ് കയറിപ്പോയ. 5359 മീറ്റർ ഓൾട്ടിറ്റ്യൂഡ്. ഞങ്ങൾ കറുതുങ്കലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, 18,000 അടി മുകളിലേക്ക്. നല്ല രസമാണ്. ഇപ്പം ടെമ്പറേച്ചർ 3 ഡിഗ്രിയാണ്, മഞ്ഞ് വീഴുന്നുണ്ട്. നല്ല രസമാണ്, ഭയങ്കര രസമാണ്. ഇതൊക്കെയാണ് ഇവിടുന്നുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ. അങ്ങ് താഴെ കാണുന്നതാണ് മഞ്ഞിങ്ങനെ വീണോണ്ടേയിരിക്കുക. കുറച്ചു നേരം വണ്ടി നിർത്തിയാൽ വണ്ടിയെ മുഴുവൻ മഞ്ഞാവും.
ഇപ്പം നമ്മൾ പോകുന്നിടത്ത് നല്ല മഞ്ഞ് വീഴ്ചയാണ്. ഗ്ലാസ്സിലോട്ട് നല്ലപോലെ മഞ്ഞ് വീഴുന്നുണ്ട്. ഇപ്പം മുമ്പത്തേനേക്കാളും കൂടുതൽ എമൗണ്ട് വീഴുന്നുണ്ട്. മേളിൽ ചെന്ന് കഴിയുമ്പോൾ ഈ ഡീസൽ വണ്ടിക്കൊക്കെ മേളിലോട്ട് കയറി പോകുമ്പോൾ നല്ല കറുത്ത പുകയാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഹൈ ഓൾട്ടിറ്റ്യൂഡിലോട്ട് എത്തുമ്പോൾ വണ്ടിക്കും ബ്രീത്തിങ് പ്രശ്നങ്ങളുണ്ടാകാം. കണ്ടോ, ആ ടെമ്പോ ട്രാവലൊക്കെ ഉണ്ടല്ലോ, വലിക്കുന്ന പോലും ഇല്ല. അതാണ് ഇ വിയും കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം. ഇ വിക്ക് അങ്ങനെ ബ്രീത്തിങ് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും വരികയില്ല. ഓ, അവിടെ നിന്ന് ഫോട്ടോ എടുക്കണ്ട, അത്രയും ഡേഞ്ചറായിട്ടുള്ള കളികളൊന്നും നമ്മളില്ല. വാഹോ, ഇതൊക്കെ ഇവിടുത്തെ ടെറൈനിൽ വേറെ ഒന്നും നോക്കാനില്ല. താഴേനെ റീജൻ ഓഫാക്കിയിട്ട് വളരെ പതുക്കെ ഒരു 20-25 കിലോമീറ്റർ സ്പീഡിൽ നമ്മൾ കയറിപ്പോരുക. ഒരു കുഴപ്പമില്ലാതെ നമുക്ക് സക്സസ്ഫുള്ളായിട്ട് ഇനി 20 കിലോമീറ്ററും കൂടെ ഉള്ളൂ. ഇതൊക്കെ ഒരു ബ്രെത്ത് ടേക്കിംഗ് എക്സ്പീരിയൻസ് അല്ലേടാ കേട്ടോ. ഇതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആകട്ടോ. വരണം എല്ലാവരും. ഇനിയും കറുതങ്കിലേക്ക് 19 കിലോമീറ്ററും കൂടെ ഉള്ളൂ. റോഡിൽ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള തിരക്കൊഴിച്ചാൽ വേറെ വലിയ തിരക്കൊന്നുമില്ല. നിങ്ങൾ ചില ഡെസ്റ്റിനേഷൻ നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിർത്താമെന്നുള്ള ഒരു പ്ലാനിലായിരിക്കും. ഇപ്പോൾ അവിടെ ഭയങ്കര ആളാണ്, ഇവരെല്ലാം മേളിലോട്ട് പോകുമല്ലോ. നമ്മൾ ഈ 18 കിലോമീറ്ററാണ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഫോട്ടോയും വീഡിയോ എടുത്തിട്ട് നമ്മൾ തിരിച്ചു വരണമെന്നാണ് ഓർത്തിരിക്കുന്നത്. ഈ സൈഡിലെല്ലാം മഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ. റോഡ് സൈഡിലെ വെളുത്ത് കാണുന്ന എല്ലാം മഞ്ഞാണ്. ഇപ്പം 1 ഡിഗ്രിയായി, 1 ഡിഗ്രി ടെമ്പറേച്ചറായി. പക്ഷേ ഈ ബോർഡർ റോഡ് ഓർഗനൈസേഷനെ എന്തുമാത്രം ടാസ്ക് എടുത്തായിരിക്കും ഈ റോഡൊക്കെ ഡെവലപ്പ് ചെയ്ത് വച്ചേക്കുന്നത് അല്ലേ. തുടർച്ചയായി മഞ്ഞ് വീണുകൊണ്ടിരിക്കുക, തുടർച്ചയായി. ഇതുപോലെ ഒരു നല്ലൊരു ലൊക്കേഷൻ എന്നിട്ട് അവിടെ കാണിച്ചു വെക്കുന്ന പണികളാണ് ഈ കാണുന്നത്. -1 ആദ്യമായിട്ട് വണ്ടിയെ കാണിച്ചു. ഈ നമ്മൾ വണ്ടി കൊണ്ട് കയറി വരുമ്പോഴേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് തണുക്കെന്ന് പറഞ്ഞ് ഹീറ്റർ ഇടല്ല. ഹീറ്റർ ഇട്ടാൽ നമ്മുടെ വണ്ടിയുടെ ഇത് ചാർജ് പെട്ടെന്ന് ഇറങ്ങും. ഇനി നമുക്ക് കാഞ്ഞിരപ്പള്ളിക്ക് പോകുന്ന ദൂരമേ ഉള്ളൂ. മണിമലയിൽ നിന്ന് കാഞ്ഞിരപ്പള്ളിക്ക് പോകുന്ന ദൂരമേ ഉള്ളൂ കറുതങ്കിലായിലേക്ക്. കറുതങ്കിലായിൽ ഒരു -2 ഒക്കെ കാണുമായിരിക്കുമല്ലോ മാത്തു. അങ്ങനെ അങ്ങ് കയറുന്നില്ല ടെമ്പറേച്ചർ. ഇപ്പം എത്ര നേരം കൊണ്ടാണ് -1 നിന്ന് 2 പോയെന്നറിയാമോ. ഞങ്ങൾ ക്യാമറ ഓഫാക്കുന്നേ ഇല്ല. ഇതിനകത്ത് ഏത് വിഷയിലാണ് കട്ട് ചെയ്യേണ്ടത്, എന്താ കളയേണ്ടതെന്ന് അറിയത്തില്ല. അതുപോലെയുണ്ട് വണ്ടികളൊക്കെ. അതുവഴി ഇതുവഴിയും ചീറിപ്പാഞ്ഞു പോവാ.
നമ്മൾ ഇനിയിപ്പം ആ കറുത്തുമുല്ല ടോപ്പിലോട്ട് എത്താൻ വേണ്ടി 3 കിലോമീറ്ററേ ഉള്ളൂ. 3 കിലോമീറ്റർ 8 മിനിറ്റ് കൊണ്ട് എത്തും. 34% ഉണ്ട് വണ്ടിയിൽ. ഇപ്പം നല്ല ഐസ് ശരിക്കും മറ്റേ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ വീഴുന്നുണ്ട്. നല്ല വീഴ്ചയാണ്. ഇപ്പം ഈ റോഡിൽ കൂടെ വണ്ടി പോയി റോഡിൽ കിടക്കുന്ന മഞ്ഞെല്ലാം ഉരുകി ചള്ളയായി വെള്ളമായി വീഴുന്നുണ്ട്. റോഡ് സേഫ്റ്റിക്കാരൊക്കെ റോഡിലുണ്ട്. നമുക്ക് ചെയിനില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റുമോ എന്നറിയത്തില്ല. അതിന് മുമ്പോട്ട് ഏതായാലും നമ്മൾ പോകാനും ഉദ്ദേശിക്കുന്നില്ല. ഓക്സിജൻ്റെ ഇതുമായിട്ട് വേണം വരാൻ. അതിനകത്തൊരു മടിയും വിചാരിക്കില്ല. അത് പ്രശ്നമാവും. അല്ലെങ്കിൽ നമ്മൾ അത് വേണം. ശ്വാസം നമ്മുടെ ലക്ഷ്യസ്ഥാനത്തോട് നമ്മൾ അടുത്തടുത്തതേ മാരുതി വരെ വന്നിട്ടുണ്ട്. അത് നമ്മുടെ കേരളത്തിൽ നിന്ന് മാരുതി ഇവിടെ കറുത്തുമുല്ലായി വന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ വീഡിയോ കിടപ്പുണ്ട്. ഇനിയും 2.9 കിലോമീറ്റേഴ്സേ ഉള്ളൂ. പ്ലീസ് ഡ്രൈവ് കെയർഫുള്ളി. മേളിൽ നിന്ന് വീണോ ഏതോ പട്ടാളക്കാരുടെ വണ്ടി അല്ലാന്ന് തോന്നുന്നു. ഇതൊരു ഫോട്ടോ പോയിൻ്റാണ്. ഇവിടെ ഒന്നും നിർത്താനായിട്ടുള്ളൊരു ഓപ്ഷൻ ഇല്ല ഇപ്പോൾ. നല്ല ബ്ലോക്കാണ്. ഇവിടെ ഇങ്ങനെ മഞ്ഞില്ലാത്തൊരു സമയമുണ്ടോ? കാണുമല്ലായിരിക്കും. പക്ഷെ ഇപ്പം വെയിലായി കണ്ടോ. മേളിലൊക്കെ എന്താന്ന് പോലും കാണത്തില്ല. ഇട്ടേക്കടുത്ത് മാറ്റിയത് നന്നായി. അങ്ങോട്ട് കഴിയുമ്പോൾ അതൊക്കെ വീടിയെടുക്ക്. അവിടെയെല്ലാം ഫുള്ള് മഞ്ഞ് കിടക്കുവാണേ, ഗ്യാപ്പില്ലാതെ. നോക്കിയടാ. ഇത്രയും പൊക്കമൊക്കെ ആയപ്പോഴത്തേനെ ശ്വാസം വലിച്ചാൽ അങ്ങോട്ട് കയറുന്നില്ല മൂക്കിനകത്തോട്ട്. അതുകൊണ്ട് ഓക്സിജൻ ടാങ്കൊക്കെ വെച്ചിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്ക് വലിക്കും. ഞങ്ങളവിടെ ചെന്ന് ഫോട്ടോ എടുത്ത് അന്നേരം തന്നെ തിരിച്ചിറങ്ങും. നല്ല ബുദ്ധിമുട്ടായി. മോനും കൂടെ ഉള്ളതുകൊണ്ട് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. അല്ലാതെ തന്നെ റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ചെന്നൊരു ഫോട്ടോ എടുക്കുക വേണ്ടിയിട്ട്
ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് എടുക്കുക, ഇത്ര മാത്രമേ. അത് കഴിഞ്ഞ് അന്നേരം തന്നെ തിരിച്ചിറങ്ങാൻ പറ്റില്ല. ഒരുപാട് ബൈക്കേഴ്സ് ഈ റൂട്ടിൽ പോകുന്നുണ്ട്. ഒരു വലിയൊരു ടീമായിട്ടാണ് വരുന്നത്. എല്ലാവരും ഇൻസ്റ്റാ 360 വെച്ചിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. പണിയാവോ? ബാറ്ററി നിന്ന് ഞങ്ങളങ്ങനെ കർദുംഗ്ല ടോപ്പിലെത്തി. അതായത് സെക്കൻഡ് ഹയസ്റ്റ് മോട്ടോറബിൾ വേ ആണിത്. ഇത് ഏകദേശം 18,380 അടി പൊക്കമുണ്ട്. വേൾഡ്സ് ഹയസ്റ്റ് കഫറ്റേറിയ ഉണ്ട് ഇവിടെ. സെറ്റാണ് സംഭവം. ഞങ്ങൾക്കിനി ഇവിടുന്ന് തിരിച്ചു പോകണം. ഇതെങ്ങനെ തിരിക്കും എന്നുള്ളതാണ് ഇനി അടുത്ത ഡൗട്ട്. അതുപോലെ വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ചാൾ ബൈക്കേഴ്സ് എല്ലാം കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ചെയ്യാവുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. ഇവരെല്ലാം താഴോട്ട് പോവാണ്. ഹണ്ടർ, ഡിസ്കറ്റ്, ടുട്ടക്ക്, അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടാണ് ഇവരെല്ലാം പോകുന്നത്. ഇതാണ് ഇവിടുത്തെ വ്യൂ. മാത്തുക്കുട്ടൻ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. എനിക്ക് വണ്ടി നിർത്തിയിട്ടിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് എങ്ങനെയെങ്കിലും ഞാൻ ഇവിടുന്ന് ഇനി തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അതും ഒരു ടാസ്ക്കാണ്. ഒരുപാട് മഞ്ഞുണ്ട് ഇവിടെ. നല്ല രസമാണ് കാഴ്ചകളൊക്കെ. ഇവിടെ നമ്മൾ കണ്ടേക്കുന്ന വീഡിയോസിലൊന്നും തിരക്കുകളൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ തിരക്കെന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒന്നൊന്നര തിരക്കാണ്. നമ്മളിവർ ഫോട്ടോസ് എടുക്കുമ്പം അധികം നേരം പുറത്ത് എന്നാടാ അധികം നേരം പുറത്ത് നിൽക്കാൻ പറ്റത്തില്ല. മറ്റേ വണ്ടിയുടെ പുകയല്ലേ, ഭയങ്കര പാടാ. നീ വീഡിയോ എടുത്തായിരുന്നോ? വീഡിയോ എടുത്തിരുന്നു. ഫോട്ടോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല, അതുപോലെ തിരക്കാ അവിടെ. നീ കുറേശ്ശെ വലിക്ക്. നീ വെള്ളം കുടിക്കും. വെള്ളം കുടിച്ചാൽ നല്ല ആശ്വാസമുണ്ട്. ഞാൻ ഈ നല്ലപോലെ വെള്ളം കുടിച്ചായിരുന്നു. മുള്ളാമുട്ടൊക്കെ ചെയ്യും. ഞാൻ നല്ലപോലെ വെള്ളം കുടിച്ചോണ്ടാണ് എനിക്കൊരു ആശ്വാസം തോന്നിയത്. ഈ ബൈക്കേഴ്സിന്റെ പുകയാണ്, ഭയങ്കര മണമാണ്. അത് ചിലവരുടെ ഒന്നും കുഴപ്പമില്ല. ചിലവർ ഈ റെന്റ് എടുക്കുന്നവരുടെ ബൈക്കാണ് കൂടുതൽ. ഇവിടെയൊക്കെ വണ്ടി തട്ടാതെ മുട്ടാതെയും പോകാനായിട്ട് ഒരു യോഗം വേണം കേട്ടോ. അതുപോലെ അടുത്താണ്. ഓരോരുത്തരൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്തൊക്കെ നിന്ന്. ആ കാണുന്നതാണ് വേൾഡ്സ് ഹയസ്റ്റ് മോട്ടോറബിൾ വേ ഉള്ള SBI ATM. വർക്കിംഗ് ആണോ അല്ലോ എന്നൊന്നും അറിയത്തില്ല. വർക്കിംഗ് അല്ലേ? അത് ശരി. അതൊരു സംഭവം തന്നെയാണല്ലോ. അത് കലക്കി. ഇവിടെ പട്ടാളക്കാരുടെ ഒരു കളിയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കുറച്ചു നേരം കഴിയുമ്പോൾ വണ്ടിയെല്ലാം പോകുന്ന പറഞ്ഞു. അന്നേരം നമുക്ക് വണ്ടി തിരിച്ചുകൊണ്ട് വേണം താഴോട്ട് പോകാൻ. നമുക്കിവിടെ തിരിക്കാം.
ഞങ്ങളിവിടെ ഇവിടുന്ന് പതുക്കെ തിരിഞ്ഞു കിട്ടി. നിലത്തൊന്നും പോയിട്ടില്ല, ഞാൻ വണ്ടിയെ അടിക്കത്തില്ല. ഈ പുക സഹിക്കാൻ പറ്റാത്ത കാര്യം കേട്ടോ. ഓഹോ ഇങ്ങനെ ഇത് ഇവിടെ എന്നാന്ന് വെച്ചാൽ ഏറ്റവും വലിയ പ്രശ്നം ഓവർ പോപ്പുലേഷൻ ഓഫ് വെഹിക്കിളാണ്. നമുക്ക് ഇതിനകത്തൊന്നും പറയാനുമില്ല ചെയ്യാനുമില്ല. അങ്ങനെ ഞാൻ എൻ്റെ നെക്സോൺ EV പ്രൈമുമായി 2,21,771 കിലോമീറ്റർ പിന്നിട്ട നെക്സോൺ EVയുമായി താഴെ ഞാൻ 89% തുടങ്ങിയതാണ്. മേളിലെത്തിയപ്പോൾ 25%. വണ്ടി അതിൻ്റെ മുമ്പിലിട്ട് ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അത് നടന്നില്ല. കാരണം ഭയങ്കര തിരക്കായിരുന്നു. ആ കറുതുംഗ്ല പാസിൽ നിന്ന് ഞാൻ താഴോട്ട് ഇപ്പോൾ തിരിച്ചിറങ്ങുകയാണ്. നല്ല തിരക്കായിരുന്നു. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്ക്. നല്ല ബ്രീത്തിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ട് വന്നുകൊണ്ട് ഞാൻ പിന്നെ താഴോട്ട് പെട്ടെന്ന് പോന്നു. അതുമാത്രമല്ല, അവിടെ ഈ ഫ്യൂവലുണ്ടല്ലോ ഫുള്ളായിട്ട് കത്താത്തത് കൊണ്ട് ഭയങ്കര പ്രോബ്ലമാണ് അവിടെ. നമുക്കത് ഭയങ്കര ശ്വാസം മുട്ടലുണ്ടാക്കും. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തിരിക്കാൻ തന്നെ നല്ല പാടായിരുന്നു. അപ്പോൾ നമ്മുടെ മിലിറ്ററി ആൾക്കാരോട് പറഞ്ഞിട്ട് അവരുടെ സഹായത്തോടെ അവരൊരു കുറച്ച് നേരത്തേക്കൊന്ന് തടഞ്ഞു നിർത്തിയിട്ട് നമ്മളെ കയറ്റി വിട്ടു. ഇവിടെ സൺസ്ക്രീനൊക്കെ പരട്ടാതെ വരരുത്, മുഖമൊക്കെ പൊള്ളിപ്പോവും. ഭയങ്കര ചൂടാണ്. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ വെയിലിന് നല്ല, വണ്ടിക്കകത്ത് നമ്മൾ ഗ്ലാസ് കാത്താൽ മാത്രമേ തണുപ്പുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ചൂടാണ്. ഗ്ലാസ് നോക്കിയത് ശ്വാസം മുട്ടുന്നു. അവിടെയും വരെ വണ്ടിയുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഒരു സഫാരി ഒരു ഹാരിയറും അവിടെ കംപ്ലൈൻ്റ് ആയിട്ട് കിടപ്പുണ്ട്. ഹാരിയർ ചൂടായെന്നാണ് പുള്ളി പറഞ്ഞത്. ഇനി വല്ല കംപ്ലൈൻ്റ് ഉള്ള വണ്ടിയാണോ എന്നുള്ളത് അറിയത്തില്ല. ഒരു ഹാരിയർ കിടപ്പുണ്ട്. ഇപ്പോൾ ആൾക്കാരൊക്കെ അവിടുന്ന് നിർത്തി വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുക. അധികം നേരം മിലിറ്ററി അവിടെ നിൽക്കാൻ സമ്മതിക്കുകയില്ല. ബൈക്ക് ഡ്രൈവിങ് ആഗ്രഹിക്കുന്നവർ, എനിക്ക് ബൈക്ക് ഓടിക്കാനും ഇഷ്ടമല്ല, ബൈക്ക് ഓടിക്കാൻ താല്പര്യവും ഇല്ല, ബൈക്ക് ഓടിക്കാൻ അറിയത്തുമില്ല. ഇത് രണ്ടും കൂടെ ആകുമ്പോൾ പിന്നെ നമുക്ക് ബൈക്കിനോടുള്ളൊരു ക്രേസ് ഇല്ല. ഇങ്ങനെ ക്രേസുള്ള എനിക്കറിയാവുന്ന ഒരാളുണ്ട്. ആ പുള്ളിക്ക് ഏതായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്പോട്ടാണ് കറുതുംഗ്ല. പുള്ളി ഇവിടെ വന്ന പുള്ളിയുടെ മനസ്സ് നിറയെ ഹാപ്പിനെസ് ആവും. ജിമ്നിയൊക്കെ കയറി വരുന്നുണ്ട്. ഉണ്ടായിക്കോട്ടെ. ഈ ഇലക്ട്രിക് വണ്ടിക്കാണ് ഏറ്റവും സുഗമമായിട്ട് ഇവിടെ കയറി വരാൻ പറ്റുന്നത്. കാരണം വെച്ചാൽ നമ്മുടെ ഫ്യൂവൽ ബാറ്ററി ആയതുകൊണ്ട് ഓക്സിജൻ്റെ ആവശ്യമൊന്നുമില്ല കത്താനോ പിടിക്കാനോ ഒന്നും. മറ്റേതല്ല, ഇത് പാതി കത്തിയ ഫ്യൂവൽ ആയതുകൊണ്ട് ഭയങ്കര ശ്വാസം മുട്ടലെന്ന് പറഞ്ഞാൽ അയ്യോ എന്നാ ബുദ്ധിമുട്ടാണെന്നറിയോ. നമുക്ക് ഇത്ര ശരിക്കും ഇത്രയും പെർസെൻറ്റേജ് തീരുകയില്ലായിരുന്നു അല്ലേ മധു? ബ്ലോക്കായി പോയത് കൊണ്ടാണ് നമ്മുടെ പ്രശ്നം.
താഴോട്ട് എത്രയും പെട്ടെന്ന് ഇറങ്ങണം, അല്ലെങ്കിൽ ശ്വാസം മുട്ടി ചാവും. ഇതാണ് നമുക്ക് തരാനായിട്ടുള്ള വ്യൂ. ബൈക്ക് റൈഡിങ് ആഗ്രഹിക്കുന്നവർ അവരത് എൻജോയ് ചെയ്യും കേട്ടോ. ദിലു, ഇത് ദിലുവിനോട് പറഞ്ഞതാണ്. വിഷ്വൽ എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടല്ലോ, ഇതൊക്കെയാണ് വിഷ്വൽസ്. നമ്മുടെ ക്യാമറയ്ക്ക് തന്നെ അറിയത്തില്ല ഏത് കളർ ഒപ്പിയെടുക്കണമെന്നുള്ളത്. കടുതനിലയിലെ പ്രശ്നം എന്താ വെച്ചാൽ അവിടുത്തെ എയർ ക്വാളിറ്റിയാണ്. അവിടുത്തെ എയർ ക്വാളിറ്റി തീർത്തും മോശമാണ്. ഇത് ഈ ഡീസൽ വണ്ടിയും പെട്രോൾ വണ്ടിയും വിടുന്നതുകൊണ്ട് അതുങ്ങൾക്ക് കമ്പഷൻ കറക്റ്റായിട്ട് നടക്കുകയില്ല. അപ്പം കത്താത്ത ഇത് പുക പുറത്ത് വിടും. അപ്പം വലിയ പാടാവും അവിടെ.
അതുപോലെ കറുതുങ്കലയിൽ തിരക്കൊന്നും ഇല്ലാതെ നമുക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 1 മണിയൊക്കെ ആകുമ്പം കയറിപ്പോയാൽ എനിക്ക് തോന്നുന്നു വലിയ തിരക്കൊന്നും കാണാം, വലിയ നല്ല തിരക്കേ കാണുമല്ലോ അവിടെ. രാവിലെ പോയാൽ കൂട്ട ഇടി അവിടെ, കൂട്ട ഇടി. ഏറ്റവും നല്ലത് നിങ്ങളൊരു 1 മണിയാകുമ്പോൾ, എനിക്ക് അവിടെ ആ സമയത്ത് കയറിപ്പോയാൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. 1 മണിക്ക് കയറിപ്പോയാൽ ഇവിടുന്ന് ലേയിൽ ഒരു 35 കിലോമീറ്ററേ ഉള്ളൂ. ഒരു മര്യാദയ്ക്ക് ഒരു സ്പീഡിൽ പോയാൽ നിങ്ങൾ അവിടെ എത്തും. നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു മനുഷ്യനും കാണുകയില്ല, പുറകിലും ഒരു മനുഷ്യനും കാണുകയില്ല. നല്ല ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് അവിടുത്തെ ഫോട്ടോയും ഒക്കെ എടുത്ത് തിരിച്ചിറങ്ങാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കത് അറിയത്തില്ലായിരുന്നു, രാവിലെ തന്നെ പോയത് അതുകൊണ്ടാണ്. രാവിലെ പോയിട്ടൊരു കാര്യമില്ല, രാവിലെ പോയി അവിടെ ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റത്തില്ല, അതുപോലെ തിരക്ക് അതുപോലെ. അപ്പം നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഒരു 12:30 മണിയൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് ലേയിൽ നിന്ന് കയറി പോവുകയാണെങ്കിൽ നല്ല നല്ല ഫോട്ടോസ് നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ആൾക്കാരെ വകഞ്ഞ് മാറ്റിയിട്ട് പോലും ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. അതാണ് ഞങ്ങൾക്ക് പറ്റിയത്. അതുകൊണ്ട് പോകുന്ന ആരെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിട്ട് പോകുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുക. അതുപോലെ ഇപ്പോൾ EVL അല്ലാതെ വരുവാണെങ്കിൽ ഈ കടുതങ്കല മാത്രം പോയിട്ട് തിരിച്ചു വരണ്ട, പിന്നെയും മുന്നോട്ട് പോയാൽ ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട്. ഇത് എന്നാ ഉംലിംഗ്ലായും അങ്ങനെ കുറേ ഏരിയ ഉണ്ട്. നമുക്ക് EV ആയതുകൊണ്ട് നമ്മൾ അതുവരെ മാത്രമേ പോകുന്നുള്ളൂ, അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്നില്ല.